അനുനയ നീക്കം നടത്തുകയാണ് എന്നുള്ള മുഖഭാവത്തോടുകൂടി പറയുമ്പോൾ വി.ഡി. സതീശന്റെ ശരീരഭാഷ അതായിരുന്നില്ല. ഇന്നലെ പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹം അൻവർ നടത്തിയ ചില പരാമർശങ്ങൾ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയാൻ പോലും കൂട്ടാക്കില്ല. CV അനുമോദ് ചേരുന്നു. അനുമോദ്, കെ മുരളീധരൻ പറയുന്ന കാര്യം, രമേശ് ചെന്നിത്തല പറയുന്ന കാര്യമൊക്കെ ഇത് പരിഹരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ അത്തരം ഏതെങ്കിലും ഒരു പരിഹാര നീക്കം അല്ലെങ്കിൽ ഒരു സമവായ നീക്കം അൻവറിന് മുന്നിലുണ്ട് എന്ന് വി.ഡി. സതീശൻ പറയുന്നത് അനുമാനിക്കാൻ കഴിയുകയില്ല. എങ്ങനെയായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം ആ ചോദ്യങ്ങളോട്? അപർണ, ഇന്ന് PV അൻവറിൻ്റെ രൂക്ഷമായ വിമർശനങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വി.ഡി. സതീശൻ്റെ പ്രതികരണം മാധ്യമങ്ങൾ അന്വേഷിച്ചിരുന്നു, ആരാഞ്ഞിരുന്നു. അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് മാധ്യമങ്ങൾ മണിക്കൂറുകൾ കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹം പ്രതികരിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു. തുടർന്ന് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചപ്പോൾ ഇക്കാര്യത്തിൽ പറയാനുള്ള 2 കാര്യങ്ങൾ ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതിലപ്പുറം ഒന്നും തന്നെ പറയാനില്ല. 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയാനുള്ളൂ. കൂടുതലൊന്നും തന്നെ പറയാനില്ല. പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നിലപാടാണ്. അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തുകയായിരുന്നു. തുടർന്ന് മാധ്യമപ്രവർത്തകർ ചോദ്യത്തിന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറയാതെ, പ്രതികരിക്കാതെ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. അൻവറിൻ്റെ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതൃപ്തിയുണ്ട്, പക്ഷേ ഇനി ഇതിൽ കൂടുതൽ പറയാനില്ല. അൻവറിനെ ഒപ്പം നിർത്തണം, ചേർത്ത് പിടിക്കണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും അല്പം മയപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടുമായി ലീഗും നിൽക്കുമ്പോഴും വി.ഡി. സതീശൻ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞതാണ്, ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ ആദ്യം അൻവർ തെരഞ്ഞെടുപ്പിൽ UDF-ന് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തനത്തിന് ഇറങ്ങട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്ന നിലപാടിൽ തന്നെ വി.ഡി. സതീശൻ ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പമായിട്ട് ഈ വിമർശനങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ച് കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ കൂടി അദ്ദേഹം എത്തുന്നു എന്ന് വേണം കരുതാൻ. എന്നാണെങ്കിലും KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ അദ്ദേഹവുമായി കാര്യങ്ങൾ ആശയവിനിമയം നടത്തിയ ശേഷം അൻവർ കൂടുതൽ എന്തെങ്കിലും പറയുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. നിലവിൽ വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അൻവർ ഇന്ന് നടത്തിയ പരാമർശങ്ങളോട് ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ്. അനുമോദ, വി.ഡി. സതീശനെയാണ് ആക്രമിച്ചത്, മറ്റാരെയുമല്ല. കെ മുരളീധരനും രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ ക്ലീൻ ചിറ്റും അല്ലെങ്കിൽ പ്ലസ് മാർക്കുമാണ് കൊടുത്തത് PV അൻവർ. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് സതീശന്റെ പ്രതികരണവും ഈ തരത്തിൽ തന്നെ. പക്ഷെ ആ പ്രതികരണത്തിനൊപ്പം മറ്റ് നേതാക്കന്മാർ കോൺഗ്രസിലുള്ളവർ നിൽക്കുന്നില്ല എന്നുള്ളത് കൂടി വ്യക്തമാകുന്നു. നേരത്തെ ഒക്കെ വിലയിരുത്തൽ വന്ന പോലെ അൻവർ UDF-ലേക്ക് വരികയോ വരാതിരിക്കുകയോ, പക്ഷെ കോൺഗ്രസിനകത്ത് ഒരു കലാപക്കൊടി ഉയർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ കൂടി കാണണമോ ഈ സമയത്ത്? കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യത്തിൽ ഭിന്നതയുണ്ടെന്ന് വളരെ വ്യക്തമാണ്. ഇന്നലെ തന്നെ കെ സുധാകരന്റെ നിർദ്ദേശപ്രകാരം 2 നേതാക്കൾ, ജയന്തും അതുപോലെ തന്നെ പ്രവീൺ കുമാറും അൻവറുമായി കൂടിക്കാഴ്ച നടത്തി സംസാരിച്ച വിഷയങ്ങൾ വിശകലനം ചെയ്ത് മടങ്ങിയതാണ്. പക്ഷേ അതിനെപ്പറ്റി പോലും വി.ഡി. സതീശൻ പറഞ്ഞത് നേതൃത്വം ചുമതലപ്പെടുത്തിയവരല്ല അക്കാര്യത്തിൽ. അതായത് നേതൃത്വത്തിന് അൻവറുമായി സമവായം ചർച്ച നടത്താൻ ഇനി ഉദ്ദേശിക്കുന്നില്ല, അത്തരത്തിൽ ആരെയും ആവശ്യമില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന് നിലപാടുകൊണ്ടിരിക്കുന്നത്. പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അതിൽ കൂടുതലൊന്നും പറയേണ്ടതില്ല. അൻവർ ആദ്യം പ്രവർത്തിച്ച് കാണിക്കട്ടെ എന്ന നിലപാടിൽ തന്നെ വി.ഡി. നിൽക്കുമ്പോൾ മറുവശത്ത് കെ മുരളീധരനാവട്ടെ, രമേശ് ചെന്നിത്തലാവട്ടെ, കെ സുധാകരനാവട്ടെ, അവരൊക്കെ അൻവറിനെ കൂടെ നിർത്തണം. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായക സമയത്ത് നിലമ്പൂരിൽ അതീവ നിർണായക സ്വാധീനമുള്ള വ്യക്തിയായിട്ടുള്ള PV അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കി നിർത്തേണ്ടത് UDF-ന് അവിടെ വലിയ വിജയം നേടേണ്ട അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അൻവറിനെ കൂടെ നിർത്തി കൊണ്ടുപോകണമെന്ന് കോൺഗ്രസിലെ മുതിർന്ന ഒരു വിഭാഗം നേതാക്കൾ വ്യക്തമാക്കുമ്പോൾ അതിൽ അല്പം വ്യത്യസ്തമായിട്ട് തനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി ബാക്കി വിഷയങ്ങളിൽ ചർച്ചയില്ല എന്ന തരത്തിലേക്ക്, വെട്ടൊന്ന് മുറി 2 എന്ന തരത്തിലേക്കുള്ള നിലപാടിലേക്ക് വി.ഡി. സതീശൻ മാറുമ്പോൾ കോൺഗ്രസിൽ അത് ഭിന്നാഭിപ്രായങ്ങളുടെ സൂചനയാണ്. ഒരു കലാപക്കൊടി ഉയർത്തുന്നതിൻ്റെ സാഹചര്യം തന്നെയാണ് കാണുന്നത്. ഇതിൽ കേന്ദ്ര നേതൃത്വം KC വേണുഗോപാലിന് മുമ്പിൽ ഈ വിഷയം എത്തുമ്പോൾ KC വേണുഗോപാൽ എങ്ങനെ ഇതിൽ ഇടപെടുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായ UDF-നെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ സാധ്യത മുന്നിൽ നിൽക്കുമ്പോഴാണ് PV അൻവർ, ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാരണക്കാരനായ PV അൻവറിൻ്റെ പേര് പറഞ്ഞ് ഇപ്പോൾ കോൺഗ്രസിൽ ഭിന്നത ഉണ്ടാകുന്നതും അത് കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ 2 അഭിപ്രായം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതും ഇത് തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന സാഹചര്യം LDF-ഉം ഇത് മുതലെടുക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ അൻവറിനെ ചൊല്ലി ഏകാഭിപ്രായമല്ല എന്ന് വ്യക്തമാകുന്ന അതാണ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ അംഗം തുടങ്ങിയിരിക്കുന്നത് കോൺഗ്രസിനകത്താണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല. പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തും മറ്റ് പല തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും പിൻപുമെല്ലാം ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള പാർട്ടി തന്നെയാണ്. ഇതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകും എന്നുള്ള
സൂചനകളും കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനകത്ത് നൽകുന്നുണ്ട്. ഇതിനകത്ത് വെട്ടിലായത് മുസ്ലിം ലീഗ് കൂടിയാണ്. അൻവറിന് നിരുപാധികം പിന്തുണ നൽകുകയും അൻവർ ആ പ്രതീക്ഷ മറികടന്നുകൊണ്ട് ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത് അൻവറിനെ ലീഗ് തന്നെ കൈവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് വി.ഡി. സതീശൻ അല്പം മുൻപ് പറഞ്ഞത്. അത് കേരളത്തിലെ കോൺഗ്രസിന്റെ UDF-ന്റെ അഭിപ്രായമാണ്. ഏറ്റവും ലളിതമായി മാന്യമായുമാണ് പറഞ്ഞതെന്നും സതീശൻ പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായതുമില്ല. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, 2 വാചകം പറഞ്ഞു. ഇത് അവസാന വാക്ക്, ഇത് എന്റെ വാക്ക്, അത് കേരളത്തിലെ കോൺഗ്രസിന്റെയും UDF-ന്റെയും തീരുമാനമാണ്. 2 വാചകങ്ങളിൽ പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തരും പറയുന്നതിന് ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിന് ഒരു അനൗചിത്യമുണ്ട്. അവസാന ഏറ്റവും ലളിതമായ കാര്യത്തിലാണ്, ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത്. നമുക്ക് ആ പറഞ്ഞതല്ല. തിരികെ ഇടവേളയ്ക്ക് ശേഷം ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടി ഇതിനിടെ BJP സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകളോട് പ്രതികരിച്ച് മലപ്പുറം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് കോൺഗ്രസ് പ്രവർത്തകയായി തുടരും. MT രമേശ് തന്റെ ഓഫീസിൽ വന്ന് കണ്ടിരുന്നു. നിലമ്പൂരിൽ UDF-ന് വേണ്ടി സജീവമായി തന്നെ പ്രചാരണത്തിലുണ്ടാകുമെന്നും ബീന ജോസഫ് പറഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. നോക്കൂ, അത് ഞാനൊരു നമ്മുടെ വക്കീൽ ഓഫീസിൽ വെച്ച് നമ്മൾ പറഞ്ഞൊരു കാര്യം. ഞാൻ അതിനകത്ത് ഒരിക്കലും അതൊരു സീക്രസി നമ്മൾ പാലിക്കണം, ഞാൻ പ്രൊഫഷണലി നമ്മൾ പാലിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ഇല്ലല്ലോ, ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയണ്ടോ. ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എന്താ സംശയം ഇരിക്കുന്നേ? ഞാൻ മാറിയിട്ടില്ലല്ലോ. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും സ്ഥാനാർത്ഥി ആവണം തന്നെ ആഗ്രഹിച്ചോണ്ടല്ലേ വരിക. അല്ലാതെ അതുകൊണ്ട് നമുക്ക് ജയിക്കണമല്ലോ, അതാണല്ലോ പ്രധാനം. അതും ബഹുഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുക എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഇറങ്ങുക. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം.